നെഫ്താലിയിൽ നിന്ന് ഗിസ്കാലയിലേക്ക് ഗമാലിയൽ എന്ന റബിയെ കാണുന്നു. 1945 മെയ് 10. ഗുരു ഗുരു നമ്മുടെ മുമ്പിലുള്ളത് ആരാണെന്ന് അങ്ങേക്ക് മനസ്സിലായോ? ഗമാലിയൽ എന്ന റബിയാണിത്. അദ്ദേഹം ഒരു മരത്തണലിൽ കാറ്റുകൊണ്ട് വിശ്രമിക്കുകയാണ്. ഈ സഞ്ചാരി സംഘം ഒരു ആട്ടിൻകുട്ടിയെ പാകം ചെയ്യുകയാണ്. നാം ഇനി എന്തു ചെയ്യാൻ പോകുന്നു? എൻ്റെ സുഹൃത്തുക്കളെ, നാം എന്തിനു വേണ്ടിയാണ് ഇറങ്ങിത്തിരിച്ചത്? അങ്ങോട്ട് തന്നെ നാം പോകും. പക്ഷേ ഗമാലിയൽ ദേവാലയത്തിലെ ആളാണ്. ഗമാലിയൽ ദുഷ്ടനല്ലല്ലോ, പിന്നെ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ തന്നെ മുന്നിൽ നടക്കാം. ഹോ, ഞാനും കൂടെ വരാം. ഈശോയുടെ സഹോദര സ്ഥാനീയരും എല്ലാ ഗലീലിയക്കാരും ശെമിയോനും ഇങ്ങനെ പറഞ്ഞു. യൂദാസ് കറിയോത്തായും തോമായും മുന്നോട്ടു പോകാൻ വലിയ താല്പര്യം കാണിച്ചില്ല. എങ്കിലും അവർ മറ്റുള്ളവരെ പിന്തുടർന്ന് മലയോരത്തെ കാട്ടിലൂടെയുള്ള വഴിയിലൂടെ അവർ ഏതാനും വാര മുന്നോട്ടു പോയി. വഴി അവിടെ വെച്ച് വളഞ്ഞ് ഒരു സമതല പ്രദേശത്തേക്ക് പ്രവേശിക്കുകയും വീതിയുള്ളതായി തീരുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പരസ്പരം കുരുങ്ങിക്കിടക്കുന്ന മരച്ചിലുകൾക്കിടയിലൂടെ അതൊരിടുങ്ങിയ വഴിയായി രൂപാന്തരപ്പെട്ടു. അവിടെ ഒരു നല്ല കൂടാരത്തിൽ ധാരാളം ആളുകൾ ഇരിക്കുന്നു. വേറെ ചിലർ ഒരു മൂലയ്ക്ക് ആട്ടിൻകുട്ടിയുടെ ഇറച്ചി പാകം ചെയ്യുകയാണ്. ഒട്ടും സംശയിക്കേണ്ട, ഗമാലിയൽ സ്വന്തം കാര്യങ്ങൾ ഭംഗിയായി കരുതിയിട്ടുണ്ട്. ഒരാളുടെ യാത്രയ്ക്ക് വേണ്ടി അദ്ദേഹം ഒരു പറ്റം സേവകന്മാരെ കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. എത്രത്തോളം ഭാണ്ഡം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് നിശ്ചയം പോരാ. അദ്ദേഹം കൂടാരത്തിൻ്റെ മധ്യത്തിലിരിക്കുന്നു. കൂടാരത്തിൻ്റെ 4 തൂണുകളും മിനുവനത്ത തുണി കൊണ്ട് മൂടി പിടിപ്പിച്ചിട്ടുണ്ട്. മനോഹരമായ മേൽക്കൂരയ്ക്ക് കീഴിൽ കുഷ്യനിട്ട ഉയരം കുറഞ്ഞ 4 കസേരകൾ കാണാം. അടുത്തുള്ള മേശയുടെ തടിക്കാലുകളിൽ നല്ല കൊത്തുപണിയുണ്ട്. മേശപ്പുറത്ത് മനോഹരമായ തുണി വിരിച്ചിരിക്കുന്നു. വേലക്കാർ വിലപിടിപ്പുള്ള പാത്രങ്ങൾ അതിൻ്റെ പുറത്ത് നിരത്തുന്നു. ഗമാലിയൽ ഒരു പ്രതിമയെപ്പോലെ ഇരിക്കുകയാണ്. കാലുകൾ അകറ്റി നിശ്ചലനായി പുരോഹിത വേഷത്തിലിരിക്കുന്ന അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു പ്രതിമയാണെന്ന് എനിക്ക് തോന്നിയത്. വേലക്കാർ വലിയ ചിത്രശലഭങ്ങളെ പോലെ അദ്ദേഹത്തിൻ്റെ ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അദ്ദേഹം അവരെ ശ്രദ്ധിക്കുന്നതേയില്ല. അദ്ദേഹം എന്തോ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അല്പം അടഞ്ഞിരിക്കുന്നു. അവ അല്പം തുറക്കുമ്പോൾ നേർത്ത മൂക്കിൻ്റെയും കഷണ്ടി കയറിയ നെറ്റിയുടെയും താഴെ പ്രത്യേകം ഒരു സൗന്ദര്യം തെളിഞ്ഞു വരുന്നു. പ്രായം ചെന്ന ആ മനുഷ്യൻ്റെ നെറ്റിയിൽ സമാന്തരമായി 3 ചുളിവുകൾ കാണാം. വലത്തെ ചെന്നിയിൽ വി രൂപത്തിൽ ഒരു വലിയ നീലൻ ഞരമ്പ് ഉയർന്നു നിൽപ്പുണ്ട്. ആഗതരുടെ ശബ്ദം കേട്ട് വേലക്കാർ ചുറ്റുപാടും നോക്കി. ഗമാലിയയിലും അങ്ങനെ തന്നെ നോക്കുന്നുണ്ട്. എല്ലാവരുടെയും മുന്നിലായി ഈശോ വരുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത്ഭുതപ്പെട്ടുപോയി. ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് കൂടാരത്തിൻ്റെ ഒരു മൂലയിലേക്ക് അദ്ദേഹം മാറി. അവിടെ നിന്നുകൊണ്ട് മാറത്ത് കൈകെട്ടി ഗമാലിയൽ തല കുനിച്ചു നിന്നു. ഈശോ അതേ രീതിയിൽ തന്നെ അതിന് പ്രത്യഭിവാദനം നൽകി. റബി, അങ്ങ് ഇവിടെ എങ്ങനെ എത്തി? ഗമാലിയൽ ചോദിച്ചു. റബി, ഞാൻ ഇവിടെയൊക്കെ ഉണ്ട്, ഈശോ ഉത്തരം പറഞ്ഞു. അങ്ങ് എങ്ങോട്ട് പോവുകയാണ്? ഞാൻ നെഫ്താലിയിൽ നിന്നും വരികയാണ്. ഗിസ്കാലയിലേക്ക് പോകുന്നു. ഇത് അങ്ങയോട് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്, ഈശോ പറഞ്ഞു. കാൽനടയായിട്ടാണോ പോകുന്നത്? ഈ മലമ്പ്രദേശത്ത് കൂടിയുള്ള റോഡ് വളരെ പരുക്കനും നീണ്ടതുമാണ്. താങ്കൾ വളരെ ക്ഷീണിതനാവുമല്ലോ. ഞാൻ പറയുന്നത് വിശ്വസിക്കൂ. എന്നെ സ്വീകരിക്കാനും ഞാൻ പറയുന്നത് കേൾക്കാനും ആളുണ്ടെങ്കിൽ എല്ലാ ക്ഷീണവും മാറിക്കൊള്ളും, ഈശോ മറുപടി നൽകി. എങ്കിൽ അവിടുത്തെ ക്ഷീണം തീർക്കാൻ എനിക്കൊരവസരം തരിക. ആട്ടിറച്ചി തയ്യാറായിട്ടുണ്ട്. ബാക്കി വരുന്നത് ഞങ്ങൾ പക്ഷികൾക്ക് കൊടുക്കാനാണ് ഉദ്ദേശിച്ചിരുന്നത്. കാരണം അതൊന്നും ഞങ്ങൾ പൊതിഞ്ഞു കെട്ടി കൊണ്ടുപോകാറില്ല. അങ്ങേക്കും അങ്ങയുടെ അനുയായികൾക്കും ഭക്ഷണം തരാൻ ഞങ്ങൾക്കൊരു ബുദ്ധിമുട്ടുമില്ല. ഈശോ അങ്ങയോട് എനിക്ക് സ്നേഹമാണുള്ളത്. അങ്ങ് എന്നേക്കാൾ കുറഞ്ഞവനല്ല, വലിയവനാണ്. ഞാൻ അങ്ങയെ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങയുടെ ആതിഥ്യം സ്വീകരിക്കുന്നു. ഗമാലിയൽ ഒരു സേവകനോട് എന്തോ പറഞ്ഞു. അയാളാണ് ആ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ആളെന്ന് തോന്നുന്നു. കൂടാരം കുറെ കൂടി വിസ്തൃതമാക്കുകയും കൂടുതൽ കസേരകളും പാത്രങ്ങളും നിരത്തുകയും ചെയ്യുന്നു. വേലക്കാർ ആഗതരുടെ കൈ കഴുകുന്നതിന് വേണ്ടി പാത്രത്തിൽ വെള്ളം കൊണ്ടുവന്നു. ഈശോ ആ ചടങ്ങ് അങ്ങേയറ്റം ആചാരപരമായ രീതിയിൽ നിർവഹിക്കുന്നു. ഈ സമയത്ത് ഗമാലിയൽ ശ്രദ്ധാപൂർവം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാരിൽ സൈമൺ, യൂദാസ് കറിയോത്ത, ബെർത്തലോമിയോ, മത്തായി എന്നിവരൊഴികെ എല്ലാവർക്കും യഹൂദ ആചാരങ്ങൾ നല്ല വശമുള്ളതിനാൽ മുറപ്രകാരം ആ കൃത്യം നിർവഹിച്ചു. ഈശോ ഗമാലിയലിൻ്റെ അരികിലിരുന്നു.
മേശയുടെ ആ വശത്ത് മറ്റാരും തന്നെയില്ല. സൈമൺ ഈശോയുടെ മറുവശത്തായാണ് ഇരുന്നത്. ഗമാലിയേൽ ഭക്തിപൂർവ്വം കൃതജ്ഞതാസ്തോത്രം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ വേലക്കാർ ആട്ടിൻകുട്ടിയുടെ മാംസം മുറിച്ച് അതിഥികൾക്ക് നൽകി. കപ്പുകളിൽ വീഞ്ഞോ തേൻ ചേർത്ത വെള്ളമോ ഓരോരുത്തർക്കും വേണ്ടതുപോലെ നൽകി. റബി, നമ്മൾ അവിചാരിതമായിട്ടാണ് കണ്ടുമുട്ടിയത്. ഗിസ്കലായിലേക്കുള്ള വഴിമതിയെ അങ്ങയെ കണ്ടുമുട്ടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, ഗമാലിയേൽ പറഞ്ഞു. ഞാൻ പോകുന്നത് ഈ ലോകം മുഴുവനിലേക്കുമാണ്. അതെ, അങ്ങ് തളർന്നു പോകാത്ത ഒരു പ്രവാചകനാണ്. സ്നാപക യോഹന്നാൻ ഒരിടത്ത് ഒതുങ്ങിക്കൂടിയിരിക്കുകയാണ്, അങ്ങ് ചുറ്റും സഞ്ചരിക്കുന്ന ആളും. അതിനാൽ ആത്മാക്കൾക്ക് എന്നെ കണ്ടുമുട്ടാൻ എളുപ്പമുണ്ട്, ഈശോ പറഞ്ഞു. ഞാൻ അങ്ങനെ പറയുകയില്ല. അങ്ങയുടെ തുടർച്ചയായ സഞ്ചാരം അവരിൽ ചിന്താകുഴപ്പമാണ് സൃഷ്ടിക്കുന്നത്. ഞാൻ ചിന്താകുഴപ്പം സൃഷ്ടിക്കുന്നത് എൻ്റെ ശത്രുക്കളിലാണ്. എന്നാൽ ദൈവവചനത്തെ സ്നേഹിക്കുന്നത് മൂലം എന്നെ ആവശ്യമുള്ളവർക്ക് എന്നെ കണ്ടെത്തുവാൻ കഴിയും. എല്ലാവർക്കും ഗുരുവിൻ്റെ അടുത്തേക്ക് വന്നെത്തുവാൻ കഴിയുകയില്ല. എന്നാൽ എല്ലാവരെയും ആവശ്യമുള്ള ഗുരു അവരിൽ ഓരോരുത്തരുടെയും അടുത്തേക്ക് പോകുകയും അവർക്ക് സഹായം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. എന്നെ വെറുക്കുന്നവരുടെ ഗൂഢാലോചന ഇല്ലായ്മ ചെയ്യാനും ഇത് സഹായകമാകും. അങ്ങ് എന്നെയാണോ സൂചിപ്പിക്കുന്നത്? ഞാൻ അങ്ങയെ വെറുക്കുന്നില്ലല്ലോ. ഞാൻ താങ്കളെ ഉദ്ദേശിച്ചല്ല ഇത് പറഞ്ഞത്. എന്നാൽ താങ്കൾ സത്യസന്ധനും നീതിമാനുമായതുകൊണ്ട് ഞാൻ പറയുന്നത് സത്യമാണെന്ന് താങ്കൾക്ക് പറയാൻ കഴിയും. അതെ, അങ്ങ് പറഞ്ഞത് ശരിയാണ്. എന്നാൽ ഒരു പ്രശ്നമുണ്ട്. പ്രായം ചെന്ന് ഞങ്ങൾക്കൊക്കെ അങ്ങയെ ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല. അതാണ് വാസ്തവം. ശരി തന്നെ. പഴയ ഇസ്രയേലിനെ ഇനി ശരിക്കും മനസ്സിലാക്കുവാൻ കഴിയുകയില്ല. അതാണ് അവളുടെ നിർഭാഗ്യം. അവളുടെ മനസ്ഥിതി കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അല്ല, ഗമാലിയേൽ പറഞ്ഞു. അതെ റബി, എന്നെ മനസ്സിലാക്കുവാൻ അവർ തയ്യാറല്ല. ആ മനോഭാവത്തിൽ ഉറച്ചു നിൽക്കുന്നവർ പാപമാണ് ചെയ്യുന്നത്. എന്നാൽ അത് താരതമ്യേന ലഘുവായ പാപമാണ്. വേറെ ചിലർ മനഃപൂർവ്വം എന്നെ തെറ്റിദ്ധരിക്കുകയും എൻ്റെ വാക്കുകൾ വളച്ചൊടിക്കുകയും ചെയ്ത് ദൈവത്തെ ദ്രോഹിക്കുന്നു. ദൈവത്തെയോ? അവിടുന്ന് മാനുഷികമായ എല്ലാ തലങ്ങൾക്കും മുകളിലാണല്ലോ. അതെ, എന്നാൽ ഓരോ ആത്മാവും വഴിതെറ്റി പോകുകയാണ്, അല്ലെങ്കിൽ വഴിതെറ്റിച്ച് വിടുകയാണ്. എൻ്റെ വചനങ്ങളെയോ പ്രവൃത്തികളെയോ വളച്ചൊടിക്കുന്നത് മൂലമാണ് അവരവർക്കോ മറ്റുള്ളവർക്കോ ഇങ്ങനെ സംഭവിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ദൈവമാണ് ദ്രോഹിക്കപ്പെടുന്നത്. നഷ്ടപ്പെട്ട ഓരോ ആത്മാവും ദൈവത്തിനേറ്റ ഓരോ മുറിവാണ്. ഗമാലിയേൽ തലകുനിച്ച് ധ്യാനിച്ചു നിന്നു. വേദന തോന്നിയിട്ടെന്ന പോലെ അദ്ദേഹം നീണ്ടുമെലിഞ്ഞ കൈകൾ കൊണ്ട് നെറ്റിയിൽ അമർത്തി. ഈശോ ഈ കാഴ്ച നോക്കി നിന്നു. അദ്ദേഹം തലയുയർത്തി കണ്ണു തുറന്ന് ഈശോയെ നോക്കി പറഞ്ഞു, അങ്ങനെ ചെയ്യുന്നവരിൽ ഞാൻ ഉൾപ്പെടുകയില്ലെന്ന് അവിടത്തേക്ക് അറിയാമല്ലോ. എനിക്കറിയാം, പക്ഷെ എന്നെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തവരുടെ കൂട്ടത്തിൽ താങ്കളും ഉൾപ്പെടും. ഓ ശരിയാണ്. എന്നാൽ അങ്ങയെ മനസ്സിലാക്കാൻ എനിക്ക് ആഗ്രഹമില്ലെന്ന് ധരിക്കരുത്. അവിടുത്തെ വാക്കുകൾ എൻ്റെ മനസ്സിൽ തടഞ്ഞു നിൽക്കുകയാണ്. അവ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറുന്നില്ല എന്നതാണ് വാസ്തവം. പാണ്ഡിത്യമുള്ള ആത്മാവ് നിറഞ്ഞൊരു മനുഷ്യൻ്റെ വചനമെന്ന നിലയിൽ അവ ഞാൻ ആസ്വദിക്കുന്നുണ്ട്. ഗമാലിയേൽ, താങ്കളുടെ ആത്മാവിനെ എൻ്റെ വചനം ഉൾക്കൊള്ളാൻ കഴിയാത്തത് ബഹുവിധ കാര്യങ്ങളാൽ അത് മൂടപ്പെട്ടിരിക്കുന്നത് കൊണ്ടാണ്. അതെല്ലാം നാശം പിടിച്ച കാര്യങ്ങളാണ്. കുറെ മുമ്പ് നെഫ്താലിയിൽ നിന്നും വരുന്ന വഴിക്ക് പർവ്വതനിരയിൽ നിന്നും തള്ളി നിൽക്കുന്ന ഒരു മലയിൽ കൂടി ഞാൻ വന്നു. അവിടെ ഗെന്നേസാറെറ്റ്, മേറം എന്നിങ്ങനെ മനോഹരമായ 2 കായലുകൾ ഞാൻ കണ്ടു. പരുന്തുകളും ദൈവത്തിൻ്റെ മാലാഖമാരും അവ കണ്ടാൽ ഒരിക്കൽ കൂടി ഇപ്രകാരം പറയും, സൃഷ്ടാവേ, അവിടുന്ന് പ്രദാനം ചെയ്തിട്ടുള്ള ഈ സൗന്ദര്യത്തിനായി അങ്ങേക്ക് നന്ദി പറയുന്നു. ആ മല മുഴുവനും പൂക്കളാലും പച്ച നിറമുള്ള പുൽത്തകിടുകളാലും മൂടപ്പെട്ടിരിക്കുന്നു. പഴംതോട്ടങ്ങളും പറമ്പുകളും കാടുകളും എല്ലായിടത്തും കാണാം. വാഗമരങ്ങൾ സുഗന്ധം പൊഴിക്കുകയും ഒലിവുമരങ്ങൾ ആയിരക്കണക്കിന് വെള്ളപ്പൂക്കളെ കൊണ്ട് പടയണി കൂട്ടുകയും ചെയ്യുന്നു. ഇത്തളും മറ്റും പടർപ്പു ചെടികളും ചേർന്ന് ഓക്കുമരത്തെ മനോഹരമായി വസ്ത്രമണിയിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മനുഷ്യരിലോ പ്രകൃതിയിലോ പൂക്കളും പഴങ്ങളും കാണാനില്ല. കാറ്റിൻ്റെ എല്ലാ പരിശ്രമങ്ങളും മനുഷ്യൻ്റെ എല്ലാ ഉദ്യമങ്ങളും നിഷ്ഫലമായിരിക്കുന്നു. പുരാതന ഹാറ്റസറിൻ്റെ ഭീമാകാരമായ അവശിഷ്ടങ്ങൾ എല്ലാറ്റിനെയും മൂടിക്കിടക്കുന്നു. വലിയ കല്ലുകൾക്കിടയിൽ വള്ളിച്ചെടികൾക്കും കുറ്റിച്ചെടികൾക്കും മാത്രമേ വളരാൻ കഴിയൂ. പാമ്പുകൾ കൊളിച്ചിരിക്കാനും കഴിയും. കേട്ടോ ഗമാലിയേൽ, എനിക്ക് മനസ്സിലായി. ഞങ്ങളും
അവശിഷ്ടങ്ങളാണ്. ഈശോയെ, അങ്ങ് പറഞ്ഞ ഉപമ എനിക്ക് മനസ്സിലായി. എങ്കിലും മറ്റൊരു വിധത്തിൽ പ്രവർത്തിക്കുവാൻ എനിക്ക് പ്രാപ്തിയില്ല. ആ കല്ലുകൾ അത്രക്ക് ഭാരമുള്ളവയാണ്. നിങ്ങൾ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ഒരാൾ പറയുന്നത് നോക്കുക. എൻ്റെ അവസാന വാക്കുകൾ കേൾക്കുമ്പോൾ കല്ലുകൾ വിറയ്ക്കും. എങ്കിലും താങ്കൾ മിശിഹായുടെ അവസാന വാക്കുകൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് എന്തിനാണ്? അതിനു മുമ്പ് എന്നെ പിന്തുടരാൻ കഴിയാത്തതിൽ താങ്കൾക്ക് വിഷമമില്ലേ? അവസാനം ദുഃഖകരമായ വാക്കുകൾ മരണാസന്നനായ ഒരു സുഹൃത്തിൻ്റെതുപോലെ അത് നാം കേട്ടേ മതിയാവൂ. പക്ഷേ അപ്പോഴേക്കും വളരെ വൈകിപ്പോകും. അങ്ങ് പറഞ്ഞത് ശരിയാണ്. എങ്കിലും എനിക്കത് കഴിയുകയില്ല. വിശ്വസിക്കാവുന്ന ഒരു അടയാളത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ഒരു നിലം തരിശായി കിടക്കുകയാണെങ്കിൽ അത് ഉഴുതുമറിക്കാൻ ഒരു മിന്നൽ പിണറിന് കഴിയുകയില്ല. നിലത്തത് ഏൽക്കുകയില്ല. എന്നാൽ മണ്ണിനെ മൂടിക്കിടക്കുന്ന പാറയിൽ അത് ഏൽക്കുക തന്നെ ചെയ്യും. ഗമാലിയേൽ, ആ പാറ നീക്കിക്കളയാനെങ്കിലും ശ്രമിക്കൂ. അല്ലാതെ ആ പാറകൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ കിടന്നാൽ ആ അടയാളം നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിക്കുകയില്ല. ഗമാലിയേൽ നിശബ്ദനായി ചിന്തയിൽ മുഴുകി. ഭക്ഷണം കഴിഞ്ഞിരിക്കുന്നു. ഈശോ എഴുന്നേറ്റ് പറഞ്ഞു, എൻ്റെ ദൈവമേ, ഞാൻ അവിടത്തേക്ക് നന്ദി പറയുന്നു. ഈ ഭക്ഷണത്തിനു വേണ്ടിയും ജ്ഞാനിയായ ഒരാളുമായി സംസാരിക്കാൻ അവസരം ലഭിച്ചതിനു വേണ്ടിയും. ഗമാലിയേലെ, അങ്ങേക്ക് നന്ദി. ഗുരു, അങ്ങനെ അങ്ങ് പോകരുത്. എന്നോട് കോപിച്ചിട്ടാണോ അങ്ങ് പോകുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു. ഹേയ്, അങ്ങനെയല്ല. താങ്കൾ എന്നെ വിശ്വസിക്കണം. അങ്ങനെയെങ്കിൽ അങ്ങ് പോവരുത്. ഞാൻ ഹില്ലേലിൻ്റെ ശവകുടീരത്തിലേക്ക് പോവുകയാണ്. എൻ്റെ കൂടെ വരാൻ അങ്ങേക്ക് ബുദ്ധിമുട്ടുണ്ടോ? അതിന് അത്രയധികം സമയമൊന്നും എടുക്കുകയില്ല. കാരണം എല്ലാവർക്കും വേണ്ടി ഞാൻ കോവർ കഴുതകളെയും കരുതിയിട്ടുണ്ട്. വേലക്കാർ അവയെ ഒന്ന് ഒരുക്കിയാൽ മാത്രം മതി. ഈ റോഡിലെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഈ ഭാഗം അങ്ങനെ അവിടത്തേക്ക് നിഷ്പ്രയാസം കടക്കാം. താങ്കളുടെ കൂടെ വരാനോ ഹില്ലേലിൻ്റെ ശവകുടീരത്തിലേക്ക് പോവാനോ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതെനിക്കൊരു ബഹുമതിയാണ്. നമുക്ക് പോകാം. ഗമാലിയേൽ ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. കൂടാരത്തിൽ നിന്നും എല്ലാവരും പുറത്തേക്കിറങ്ങി. ഈശോയും ഗമാലിയേലും ഓരോ കോവർ കഴുതയുടെ പുറത്ത് കയറി. അവർ പരസ്പരം വശം ചേർന്ന് മുമ്പോട്ട് നീങ്ങി. തീർത്തും കുത്തനെയുള്ള ആ റോഡിലൂടെ അവർ നീങ്ങിയപ്പോൾ മൃഗങ്ങളുടെ ഇരുമ്പുലാടങ്ങൾ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കിയിരുന്നു. ഗമാലിയേൽ നിശബ്ദനാണ്. ഇരിപ്പിടം സുഖകരമാണോ എന്ന് അദ്ദേഹം 2 തവണ ഈശോയോട് ചോദിച്ചു. അത്രമാത്രം. അവിടെ നിന്ന് മറുപടി പറഞ്ഞിട്ട് നിശബ്ദനായി ചിന്തയിൽ മുഴുകി. ഗമാലിയേൽ തൻ്റെ കോവർ കഴുതയെ അല്പം പിന്നോട്ട് മാറ്റി. ഈശോയെ മുന്നിൽ വിട്ടത് മൂലം അവിടെ നിന്ന് ശ്രദ്ധിച്ചില്ല. അത് ഈശോയുടെ ഓരോ ചലനവും ഗമാലിയേലിനെ ശ്രദ്ധിക്കാൻ വേണ്ടി ആയിരിക്കാം. വൃദ്ധനായ റബിയുടെ കണ്ണുകൾ ചുഴിഞ്ഞു കയറുന്നവയായിരുന്നു. ഉരുവിനെ നോക്കുന്ന ഒരു കച്ചവടക്കാരൻ്റേതുപോലെ. എന്നാൽ ഈശോ ഇതൊന്നും അറിയുന്നില്ല. കോവർ കഴുതയുടെ താളത്തിനൊത്ത് നീക്കമനുസരിച്ച് അവിടുന്ന് ശാന്തമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ചിന്താഭരിതനാണെങ്കിലും അവിടുന്ന് ശാന്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. ചിന്താഭരിതനാണെങ്കിൽ അവിടുന്ന് ചുറ്റും നടക്കുന്ന സവിശേഷ കാര്യങ്ങളും ശ്രദ്ധിക്കുന്നുണ്ട്. സ്വർണ്ണ നിറമുള്ള പൂക്കുല പറിച്ചെടുക്കാനായി അവിടുന്ന് കൈകൾ നീട്ടി. ഇടതൂർന്ന പച്ചില ചെടികൾക്കിടയിൽ കൂടുകെട്ടിക്കൊണ്ടിരുന്ന 2 പക്ഷികളെ നോക്കി ഈശോ പുഞ്ചിരിച്ചു. കരിങ്കുയിലിൻ്റെ പാട്ട് കേൾക്കാൻ വേണ്ടി അവിടുന്ന് കോവർ കഴുതയെ അല്പം നിർത്തി. ഇണപക്ഷിയോട് ജോലി ചെയ്യാൻ ആവശ്യപ്പെടുന്ന ഒരു കാട്ടുപ്രാവിൻ്റെ ശബ്ദം കേട്ട് അവിടുന്ന് സമ്മതപൂർവ്വം തലകുലുക്കി. അങ്ങ് സസ്യങ്ങളെയും ജന്തുക്കളെയും വളരെ ഇഷ്ടപ്പെടുന്നു അല്ലേ? അതെ, വളരെയേറെ. അവ എൻ്റെ ജീവനുള്ള പുസ്തകമാണ്. മനുഷ്യന് വിശ്വാസത്തിൻ്റെ അടിത്തറ മുൻപിലുണ്ടാവും. ഉൽപ്പത്തി പുസ്തകം ജീവിക്കുന്നത് പ്രകൃതിയിലാണ്. ഇതൊക്കെ എങ്ങനെ കാണണമെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നവനെ എങ്ങനെ വിശ്വസിക്കണമെന്നും അറിയാൻ കഴിയും. മനോഹരമായ സുഗന്ധമുള്ള ഈ പുഷ്പത്തെ നോക്കൂ. കുത്തിത്തറയ്ക്കുന്ന മുള്ളുകൾക്കിടയിൽ ഈ മനോഹരമായ പുഷ്പം താനെ ഉണ്ടായതാണോ? ആ കുരുവിയെ നോക്കൂ. രക്തക്കറ പറ്റിയതുപോലെ ഇരിക്കുന്ന പക്ഷിയിൽ നിന്നും സുന്ദരമായ ശബ്ദം എങ്ങനെ വരുന്നു? ആ ഇണപ്രാവുകളെ നോക്കുന്നു. അവയുടെ നരച്ച കഴുത്തുകളിലെ തൂവലുകളിൽ ഈ മാർബിൾ വർണ്ണം തേച്ചു പിടിപ്പിച്ചത് ആരാണ്? ഇനി അങ്ങ് മുകളിൽ പറന്നു കളിക്കുന്ന ചിത്രശലഭങ്ങളെ നോക്കൂ. ഒന്ന് കറുത്തതാണ്. അതിന് സ്വർണ്ണ നിറത്തിലും മാണിക്യ നിറത്തിലും വലിയ ചിത്രങ്ങളുണ്ട്. മറ്റേതിന് നീല വരകളാണുള്ളത്. അവയുടെ ചിറകുകളിൽ രത്നങ്ങളും റിബണുകളും കാണാം. അവയ്ക്കിതൊക്കെ ആരാണ് നൽകിയത്? ഈ അരുവിക്കോ? അതിൽ വെള്ളമാണ്, സമ്മതിച്ചു. പക്ഷെ അതെവിടെ നിന്നും വരുന്നു? ജലമൂകത്തിൻ്റെ ആദ്യ സ്രോതസ് ഏതാണ്? ഓഹോ, വിശ്വസിക്കാൻ വേണ്ടി അടയാളം നോക്കുന്നു. ഇങ്ങനെ നോക്കണമെന്ന് അറിയാവുന്നവന് അടയാളം
കണ്ടെത്താം. ഈശോ പറഞ്ഞു. വിശ്വസിക്കാൻ വേണ്ടി അടയാളം നോക്കുക. നമ്മുടെ മുന്നിലുള്ള ജീവിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഞങ്ങൾ തീരെ കുറച്ചേ കാണുന്നുള്ളൂ. ഗമാലിയേൽ, നിങ്ങൾ കൂടുതൽ ശാസ്ത്രം കാണുന്നു. എന്നിട്ട് കുറച്ച് സ്നേഹവും കുറച്ച് എളിമയും മാത്രമേ അവിടെ കണ്ടെത്തുന്നുള്ളൂ. ഗമാലിയേൽ ദീർഘശ്വാസം വിട്ട് തലകുലുക്കി. അദ്ദേഹം പറഞ്ഞു, ഈശോയെ, നാം ഇവിടെ എത്തിക്കഴിഞ്ഞു. ഹിലേലിനെ അടക്കം ചെയ്തിരിക്കുന്നത് അതാ ആ കാണുന്നിടത്താണ്. നമുക്ക് താഴെ ഇറങ്ങി കോവർ കഴുതുകളെ ഇവിടെ നിർത്താം. ഒരു വേലക്കാരൻ അവയെ നോക്കിക്കൊള്ളും. അവർ താഴെ ഇറങ്ങിയിട്ട് കോവർ കഴുതുകളെ ഒരു മരത്തിൻ്റെ ശാഖയിൽ കെട്ടി. അതിനുശേഷം അവർ ശവകുടീരത്തിനടുത്തേക്ക് നടന്നു. മലയിൽ നിന്നും തള്ളി നിൽക്കുന്ന ആ ശവകുടീരം പൂർണ്ണമായും അടച്ചിട്ടിരിക്കുന്ന ഒരു വീടിനോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഞാനിവിടെ വരുന്നത് ധ്യാനിക്കാനും ഇസ്രയേലിൻ്റെ പെരുന്നാളുകൾക്കും വേണ്ടി സ്വയം ഒരുങ്ങാനുമാണ്. ആ വീട്ടിലേക്ക് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഗമാലിയേൽ പറഞ്ഞു, താങ്കൾക്ക് ജ്ഞാനം എല്ലാ പ്രകാശവും നൽകട്ടെ. ഇതാ, ഇവിടെ വരുന്നത് മരണത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി സ്വയം തയ്യാറാവാനാണ്. ആ മനുഷ്യൻ ഒരു സാധാരണക്കാരനായിരുന്നു. ശവകുടീരത്തിലേക്ക് വിരൽ ചൂണ്ടി ഗമാലിയേൽ പറഞ്ഞു, ആ മനുഷ്യൻ വെറും സാധാരണക്കാരനായിരുന്നില്ലല്ലോ. അയാളുടെ ഭൗതിക അവശിഷ്ടത്തിൻ്റെ അരികിലിരുന്ന് ഞാൻ പ്രാർത്ഥിക്കാം. എന്നാൽ ഗമാലിയേലേ, ഹിലേൽ മരിക്കാൻ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കുകയുള്ളൂ. ജീവിക്കാനാണ് അയാൾ നിങ്ങളെ പഠിപ്പിക്കേണ്ടിയിരുന്നത്. അതെങ്ങനെ ഗുരു? ഒരു മനുഷ്യന് താഴ്മ വരുമ്പോഴാണ് അയാൾ മഹാനാവുന്നത്. ഇതായിരുന്നല്ലോ അയാൾക്ക് പ്രിയപ്പെട്ട ചൊല്ല്. അയാളെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത അങ്ങ് ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ അയാളെ കണ്ടിട്ടുണ്ട്. അഥവാ കണ്ടിട്ടില്ലെങ്കിൽ പോലും വ്യക്തിപരമായി എനിക്ക് അയാളുടെ വിചാരങ്ങൾ അറിയാം. എന്തെന്നാൽ മനുഷ്യ വിചാരങ്ങളിൽ ഒന്നുപോലും ഞാൻ അവഗണിക്കാറില്ല. ഗമാലിയേൽ തല കുനിച്ചുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പറയാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. ദൈവവും അവിടുത്തെ വചനവും. എന്തെന്നാൽ വചനത്തിന് വിചാരമറിയാം, വിചാരത്തിന് വചനവും അറിയാം. വചനം ദൈവത്തെ സ്നേഹിക്കുകയും അവിടുന്നുമായി ആശയവിനിമയം നടത്തുകയും ചെയ്യുന്നു. അവിടുത്തെ എല്ലാ സമ്പത്തുകൾക്കും അവകാശിയായ വചനം തൻ്റെ എല്ലാ പ്രവൃത്തികളിലും ദൈവത്തെ പങ്കാളിയാക്കുന്നു. ദൈവത്തെയും വചനത്തെയും ബന്ധിച്ച് പൂർത്തീകരണം വരുത്തുന്നത് സ്നേഹമാണ്. ദിവ്യമായ രൂപപ്പെടുകയും പ്രവർത്തിക്കുകയും മുന്നേറുകയും പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യുന്ന ത്രിത്വം അതിനെ സ്നേഹിക്കുന്നു. ഓരോ നല്ല ചിന്തയും സമ്പൂർണ്ണ മനസ്സിൽ രൂപം കൊള്ളുകയും നീതിമാനായ മനുഷ്യൻ്റെ മനസ്സിൽ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. അതിനാൽ വചനത്തിന് നീതിമാനായ മനുഷ്യൻ്റെ ചിന്ത അവഗണിക്കുവാൻ കഴിയുമോ? അവ ദൈവത്തിൻ്റെ വിചാരങ്ങൾ തന്നെയാണല്ലോ. അടച്ചുമൂടിയ ശവകുടീരത്തിൻ്റെ അരികിൽ ചെന്നവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന ഏറെ നേരം നീണ്ടുനിന്നു. ശിഷ്യന്മാരും അതിനു പിന്നാലെ സേവകരും അവിടെ എത്തി. ശിഷ്യന്മാർ കുതിരപ്പുറത്താണ് വന്നത്. സേവകരുടെ പക്കൽ ഭാണ്ഡങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവരെല്ലാം പുൽത്തകിടിയുടെ അന്ത്യത്തിൽ നിന്നതേയുള്ളൂ. അത് കഴിഞ്ഞാൽ ശവകുടീരമാണ്. അപ്പോഴേക്കും പ്രാർത്ഥന കഴിഞ്ഞു. ഗമാലിയേലേ, ഞാൻ പിട പറയുന്നു. ഹിലേലിനെ പോലെ ഉന്നതനാവുക. അങ്ങ് എന്താണ് ഉദ്ദേശിച്ചത്? ഉന്നതനാവുക. അയാൾ താങ്കളെക്കാൾ ഉന്നതനാണ്. കാരണം എങ്ങനെയാണ് വിശ്വസിക്കേണ്ടതെന്ന് താങ്കളെക്കാൾ താഴ്മയോടെ അയാൾ മനസ്സിലാക്കിയിരുന്നു. സമാധാനം അങ്ങയോടുകൂടെ ഉണ്ടായിരിക്കട്ടെ.